വീടുകൾക്കും മറ്റ് ബിൽഡിംഗ്സിനുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ എണ്ണമറ്റ സാധ്യതകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. മാറുന്ന കാലത്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളുടെ ചെലവ് കുറയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നാം വേറെ മാർഗങ്ങൾ തേടി പോകുന്നു. In today's episode of Matrix, we are featuring one of the rapid wall construction material, gypsum panels. വീടായാലും മറ്റേത് കൺസ്ട്രക്ഷൻ ആയാലും ഏറ്റവും പെട്ടെന്ന് പണി തീർക്കുന്ന രീതിക്കാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും പ്രചാരം കൂടുതൽ. ജിപ്സം പാനലുകൾ ഒരു 5 വർഷമായി കാണും നമ്മുടെ നാട്ടിൽ വന്നിട്ട്. എന്നാൽ ഇപ്പോഴാണ് അതിന് ട്രെൻഡായി തുടങ്ങിയത്. ആദ്യം ജിപ്സം പാനലുകൾ കൊണ്ട് തീർത്ത ഒരു വീട് കാണാം. വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ സ്പെഷ്യാലിറ്റികളെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഇതിൻ്റെ ജിപ്സം പാനലുകളെ കുറിച്ച് അറിയാം. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, പോരായ്മകളുണ്ടോ, ഇത് എവിടെ നിന്നൊക്കെ ലഭ്യമാകും? വി ഹവ് കളക്റ്റഡ് സം ഇൻഫർമേഷൻ ജസ്റ്റ് ഫോർ യു. ഇനി ഇത്തരം ജിപ്സം പാനലുകൾ അഥവാ GFRG പാനലുകൾ എവിടെ ലഭ്യമാകുമെന്ന് നമുക്ക് നോക്കാം. പൊതുമേഖലാ സ്ഥാപനമായ FACT കൊച്ചി ഡിവിഷനിലെ FRBL ജിപ്സം പാനലുകൾ വിൽക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. FACT ഫെർട്ടിലൈസർ ഉണ്ടാക്കുമ്പോൾ ഫെർട്ടിലൈസറിന് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഫോസ്ഫറിക് ആസിഡ്. അപ്പോൾ ഫോസ്ഫറിക് ആസിഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 4.5 ടൈംസ് നമുക്ക് ജിപ്സം ബൈ പ്രോഡക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ ആ ജിപ്സം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സിമെൻറ്റ് ഫാക്ടറീസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സോയിൽ എന്നീ ഫെർട്ടിലൈസറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റും അതും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയുമാണ് നമ്മൾ ഈ ഒരു ജിപ്സം പാനൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ കാരണം. ജിപ്സം പാനൽ ഒരു വീട്ടിൽ നമുക്ക് അതായത് വാളായിട്ട് ഉപയോഗിക്കാം, റൂഫിംഗ് ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ ഈവൻ ബൗണ്ടറി വാൾ കെട്ടാനായിട്ട് ഉപയോഗിക്കാം. ഏത് കൺസെപ്റ്റിലും നമുക്ക് ആർക്കിടെക്ചറും എല്ലാ എൻജിനീയേഴ്സിനും അഡാപ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഉപകരണമാണ് ജിപ്സം വാൾസ്. ഓസ്ട്രേലിയയിൽ വളരെയധികം പ്രചാരം നേടിയ നിർമ്മാണ രീതിയാണ് പ്രീ ഫാബ്രിക്കേറ്റഡ് ജിപ്സം വാൾ സിസ്റ്റം. ഇന്ത്യൻ സാഹചര്യത്തിൽ IIT ചെന്നൈ നിർമ്മിച്ച ഡിസൈൻ മാനുവലാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് ഓസ്ട്രേലിയൻ ടെക്നോളജിയാണ്. അത് റാപ്പിഡ് ബിൽഡിംഗ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയക്കാരാണ് ഈ ടെക്നോളജി ആദ്യം ഡെവലപ്പ് ചെയ്തത്. കോളം ഇല്ലാതെ നമുക്ക് ബിൽഡിംഗ് പണിയുന്ന ഒരു സിസ്റ്റം. അതിനെ IIT മദ്രാസ് ആണ് കുറച്ചും കൂടി ഇൻഡിജിനൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജിപ്സം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന നിലയിൽ കേരളത്തിൽ FACTയിൽ ആണ് അത് ഉത്ഭവം ചെയ്തത്. ഈ പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് ഓൾറെഡി അറൗണ്ട് 20-25 ഇയേഴ്സായി വേൾഡ് ഓവർ. ആൻഡ് ജിപ്സം തന്നെ ഒരു 60 കൊല്ലമായി ജിപ്സം പാനൽസ് വേൾഡ് ഓവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കോളം ഇല്ലാതെയുള്ള അല്ലെങ്കിൽ പാനൽസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ തുടങ്ങിയ ഒരു 20 കൊല്ലത്തോളം പുറമേ ഓൾറെഡി ഉണ്ട്. പിന്നെ 10 കൊല്ലത്തോളമായി നമ്മുടെ IIT മദ്രാസ് വളരെയധികം ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് റിസർച്ച് നടത്തി വരികയാണ്, പല ടെസ്റ്റുകൾ നടത്തി വരികയാണ്. ഇതേപോലെ തന്നെ ഈ എർത്ത് റെസിസ്റ്റൻസിനുള്ള ടെസ്റ്റുകൾ ചൈനയിലും ചെയ്യുകയുണ്ടായി. അവിടെയും വളരെയധികം ഗുണം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബലത്തിനെ പറ്റി യാതൊരു ആശങ്കയും വേണ്ട. അതുപോലെ തന്നെ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്ലാസ് ഫൈബേഴ്സാണ്. അതായത് ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇരുമ്പ് ഫൈബറിനേക്കാളും കൂടുതലാണ്. അപ്പോൾ സ്ട്രെങ്ത്ത് ഒരു പ്രശ്നമേ അല്ല. പിന്നെ നമ്മൾ കോളമില്ലാത്ത ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിയുമ്പോൾ അതിന് ഇനി അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യാം, അതല്ലെങ്കിൽ അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഡിസൈൻ മെത്തഡോളജിയാണ്
IIT ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 7 നില വരെ അവരുടെ ഓൾറെഡി ഡിസൈൻ ഉണ്ട്, കോളം ഇല്ലാതെ. ഹൈബ്രിഡ് സ്ട്രക്ചറായിട്ട്, അതായത് കോളമും പാനലും വെയിറ്റ് ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലോഡ് ഷെയർ ചെയ്തുകൊണ്ട് പണിയുകയാണെങ്കിൽ നമുക്ക് ഏത് നില വരെ വേണമെങ്കിൽ പോവാം. ഗ്ലാസ് ഫൈബർ ആണ് GFRG പാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ്. റോ മെറ്റീരിയലായ ജിപ്സും കാൽഷ്യം ചെയ്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആക്കിയ ശേഷമാണ് വാട്ടറും അതിനകത്ത് ഗ്ലാസ് ഫൈബറും ആഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റായ ജിപ്സം വാൾ വരുന്നത് 12 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ജിപ്സം പാനലാണിത്. ഇതിനകത്ത് സ്ട്രെങ്ത്തിന് വേണ്ടി റെയിൻഫോഴ്സ്മെൻറ്റായി ഗ്ലാസ് ഫൈബർ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ മേജർ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജിപ്സമാണ്. ഇതിനകത്ത് വാട്ടർ പ്രൂഫിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇത് പാനൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഡ്രൈയിങ് സ്റ്റേജിലേക്ക് വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീറ്റർ നീളവും 3 മീറ്റർ വീതിയിലുള്ള വലിയ സൈസിലാണ് FRBയിൽ ഈ പ്രോഡക്റ്റുകൾ നിർമ്മിച്ചു വരുന്നത്. ഇത് നമ്മുടെ ആവശ്യാനുസരണം ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഏത് സൈസിലാണെങ്കിലും എടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഉദാഹരണത്തിന് ഒരു 10 സ്ക്വയർ ഫീറ്റിനാണെങ്കിൽ 999 രൂപയാണ് വില. FRBയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് 12 മീറ്റേഴ്സ് ലെങ്ത്തിലാണ്. അപ്പോൾ അതായത് 36 മീറ്റർ സ്ക്വയർ ആണ് ഒരു പാനലിൻ്റെ സൈസ്. പക്ഷേ അത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അതിനെ മുറിച്ച് ജനലേ വാതിലൊക്കെ ആക്കി അല്ലെങ്കിൽ സൈസിന് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ജിപ്സം പാനൽ നമ്മൾ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, www.frbl.co.in. അത് മുഖേന എൻജിനീയറിൻ്റെ ഡ്രോയിങ് അനുസരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെടുകയാണെങ്കിൽ, അതുപോലെ തന്നെ അതിന് 1 മീറ്റർ സ്ക്വയർ ഓഫ് പാനലിന് 999 അതാണ് അതിൻ്റെ ചാർജ് പെർ മീറ്റർ സ്ക്വയർ ഓഫ് പാനൽ. അത് നമ്മുടെ ഫിനാൻസിൽ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലോ പുറത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് പാനൽ എത്തിക്കാൻ കഴിയും. FRBLൻ്റെ മാർക്കറ്റ് ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ മാത്രമായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇതിൻ്റെ ആ റിക്വയർമെൻറ്റ് ബൗണ്ടറി കിടക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് നേപ്പാളിലേക്ക് ഒരു കൺസൈൻമെൻറ്റ് പോവുകയാണ്. അതേപോലെ തന്നെ ശ്രീലങ്ക, സൗത്ത് ആഫ്രിക്കൻ കൺട്രീസ്, അങ്ങനെയുള്ള കൺട്രീസിൽ നിന്ന് വളരെയധികം എൻക്വയറീസ് നമുക്ക് വരും. കേരളത്തിൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ഡിസ്ട്രിക്ട്സ് ആയി കഴിഞ്ഞു. അതായത് കോഴിക്കോട്, തൃശ്ശൂർ, കൊല്ലം, എറണാകുളം, ട്രിവാൻഡ്രം. FACT ഇത് FRBL ഫാക്ട് RCF ബിൽഡിംഗ് പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, FACTയും ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാങ്കർ ലിമിറ്റഡ് എന്ന് പറയുന്ന FACTയും, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എന്ന RCF മുംബൈ എന്ന് പറഞ്ഞ കമ്പനിയുടെ 50% ജോയിൻറ്റ് വെഞ്ചറാണ്. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് ജിപ്സം പാനൽ അഥവാ GFRG പാനലുകൾ, ഇവ വെച്ച് എങ്ങനെ വീട് നിർമ്മിക്കാമെന്ന് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പ്രോജക്റ്റ് വെച്ച് തന്നെ നമുക്ക് പരിശോധിക്കാം. ഇത് എറണാകുളം ജില്ലയിലെ ഇരുമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് GFRG പാനൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു 2000 സ്ക്വയർ ഫീറ്റ്
ഏരിയ ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഏരിയ 4 സെൻറ്റിലാണ് ഈ ബിൽഡിംഗ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2 നിലയാണ്. ഗ്രൗണ്ട് ഫ്ലോർ 1000 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 1000 സ്ക്വയർ ഫീറ്റും ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് നമുക്ക് 90 ഡേയ്സാണ് ഇതിൻ്റെ കംപ്ലീഷൻ ടൈം വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം തുടങ്ങിയിട്ട് 63 to 65 ഡേയ്സിൻ്റെ അടുത്തായിട്ട് അതിൽ ചെറിയൊരു മഴയുടെ ഒരു ഹിൻട്രൻസ് ഉണ്ടായിരുന്നു. ഇത്രയും നേരം കൊണ്ട് നമുക്കിതിൻ്റെ സ്ട്രക്ചർ മൊത്തം കംപ്ലീറ്റ് ആയി ഫിനിഷിംഗ് വർക്ക് തുടങ്ങി നമുക്കൊരു 10 to 15 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്കിതിൽ തീർക്കാവുന്ന ഫിനിഷിങ് ഇതിൻ്റെ അകത്തുള്ളൂ. കൺവെൻഷണൽ ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് GFRG പാനൽ ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈമാണ്. നമ്മൾ ഒരു 1500 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റ് കൺവെൻഷണൽ ബിൽഡിങ് നമ്മൾ ചെയ്യുമ്പോൾ നോർമലി ഇന്നത്തെ കാലഘട്ടത്തിൽ ലേബർ ഷോർട്ടേജ്, മെറ്റീരിയൽ ഷോർട്ടേജ് ഇതെല്ലാം വെച്ച് നമുക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 9 മാസം 8 മാസം 9 മാസം നോർമലായിട്ട് എടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഹിൻഡ്രൻസസ് വന്നു കഴിഞ്ഞാൽ മഴ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലും കൂടുതൽ 1 വർഷം വരെ നീണ്ടുപോകാനുള്ളൊരു സാഹചര്യമുണ്ട്. GFRG പാനൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫിനിഷിംഗ് ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ മാക്സിമം വേണ്ട സമയം എന്ന് പറയുന്നത് 90 ദിവസമാണ്. 12 മാസവും 90 ദിവസവും അത് തമ്മിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത്. മാത്രമല്ല നമുക്ക് GFRG പാനലിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഡെഡ് വെയ്റ്റ്, ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ വെയ്റ്റ് കുറവായതുകൊണ്ട് ഫൗണ്ടേഷന് കൺവെൻഷണൽ ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് 50% ഫൗണ്ടേഷൻ നമുക്ക് ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ എറണാകുളം, ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നോർമലി സോയിൽ കണ്ടീഷൻ വളരെ വീക്കാണ്. പഴയ പാടങ്ങളും നിലങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ എറണാകുളം, ആലപ്പുഴ എന്നുള്ള സ്ഥലങ്ങളിലുള്ളത്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്കവിടെ പൈലിങ് പോലെ ഉള്ള ഓപ്ഷൻസിന് പോകുന്നതിന് പകരം വെറും റബിള് മാത്രം ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഫൗണ്ടേഷനും ബേസ്മെൻറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ്, ഭൂമിക്ക് അടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് നമുക്ക് ഒരുപാട് സേവ് ചെയ്തിട്ട് ബാക്കി ആ കാശ് കൊണ്ട് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്കിതിന് ഷട്ടറിങ് വേണ്ട, പ്ലാസ്റ്ററിങ് വേണ്ട. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് സാൻഡ് വേണ്ട, സാൻഡൊക്കെ കൺവെൻഷണൽ ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് 50% ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇതാണ് മെറ്റീരിയൽ യൂസേജിനെ സംബന്ധിച്ച് അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഒരു 8.9 വരെ വരുന്ന ഒരു എർത്ത് റെസിസ്റ്റൻ്റ് ആണ്. കാരണം ഇത് മൊത്തം ഒരു നെറ്റ്വർക്ക് ഓഫ് TBM ആൻഡ് TIBM ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. പല സ്ഥലത്തും എർത്ത് പ്രോണായിട്ടുള്ള പല സ്ഥലങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അവിടെയെല്ലാം നമുക്ക് ഒരുപാട് ടെക്നിക്കലി സൗണ്ടിങ് ആയിട്ടുള്ള ഈ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ബിൽഡിങ്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ റൂം ഡയമെൻഷൻസിനും വാളിൻ്റെ ഡയമെൻഷനും അനുസരിച്ച് കട്ടിംഗ് ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് അത് അവിടുന്ന് പ്രീ കട്ട് ചെയ്തിട്ടാണ് പാനൽ വരുന്നത്. ഇപ്പോൾ ഇതേപോലൊരു വിൻഡോൻ്റെ പൊസിഷൻ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കട്ടിംഗ് ഡ്രോയിങ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ പോർഷൻ കട്ട് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ നമ്മൾ ക്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഫൗണ്ടേഷനും ബേസ്മെൻറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലിന്ത് ബീം ചെയ്യും. പ്ലിന്ത് ബീമിൽ സ്റ്റാർട്ടർ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീൻഫോഴ്സ്മെൻറ്റ്, ഒരു 50 സെൻറ്റിമീറ്റർ റീൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അതിൽ ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പാനൽ ഇറക്റ്റ് ചെയ്യും. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഹുക്ക് ഉണ്ട്. ആ ഹുക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പാനലിനെ നമ്മൾ അതിൽ ഹുക്ക് ചെയ്യുന്നത്. GFRG പാനൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വരുന്നത് ഒരു സെമി പ്രീഫാബ്രിക്കേറ്റഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൊള്ളയായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൺവെൻഷണൽ ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടി ഒരു 1.5 ടൈംസ് സ്ട്രെങ്ത് ഇതിന് കൂടും. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നതെല്ലാം കോൺക്രീറ്റ് ആണ്. ഇലക്ട്രിക്കലും പ്ലംബിങ്ങും എല്ലാം നമ്മളിതിൽ കൺസീൽഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഡിസൈനിനനുസരിച്ച് നമ്മൾ പോയിൻറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ക്യാവിറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ
കോൺഡ്യൂട്ട്സ് എല്ലാം ഇട്ടിട്ട് പോയിൻറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്യും. അതിനനുസരിച്ചിട്ട് കേബിളെല്ലാം റൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുന്നത്. സെയിം പ്ലംബിങ്ങും അതേപോലെ തന്നെയാണ്. എവിടേക്കാണ് നമുക്ക് വരേണ്ടത് നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് ഓരോ പ്രാവശ്യം ഇത് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് പണി തുടങ്ങുന്നതിന് മുന്നേ എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷേ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്ലാൻ ഫ്രീസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ സാധാരണ ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൊത്തം ഇതിനനുസരിച്ച് നമ്മൾ ഷട്ടർ ചെയ്ത് അതിൻ്റെ മുകളിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിൽ കോൺക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ GFRG പാനൽ ഉപയോഗിച്ച് റൂഫ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ റൂമിൻ്റെ എല്ലാം ഡയമെൻഷൻ അനുസരിച്ച് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് തന്നെ പ്രീ കട്ട് ചെയ്ത് പാനൽ കൊടുന്ന് അത് നമ്മൾ റൂഫിൽ ഇറക്റ്റ് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന ക്യാവിറ്റീസിൻ്റെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മൈക്രോബീം പ്ലേസ് ചെയ്യും. ആ മൈക്രോബീം എന്ന് പറയുന്നത് ആ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഇതിൻ്റെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ മൈക്രോബീമിൻ്റെ മുകളിൽ നമ്മൾ 5 സെൻറ്റിമീറ്ററിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. അതാണ് നമ്മുടെ സ്ക്രീറ്റ് സ്ലാബായിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇതിൻ്റെ റൂഫിംഗ് ആയിട്ട് വരുന്നത്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു 54 ഫ്ലാറ്റ് ചോറ്റാനിക്കരയിൽ സാഫല്യം എന്ന് പറയുന്ന സ്കീമിൽ ചെയ്യുന്നുണ്ട്. KSEBയിൽ പുന്നപ്രയിലെ ഒരു സബ്സ്റ്റേഷൻ്റെ ഒരു ബിൽഡിംഗ് നമ്മൾ ചെയ്തിരുന്നു. 2500 സ്ക്വയർ ഫീറ്റ് 72 ദിവസം കൊണ്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് April 4-നായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് ഒരു പറഞ്ഞ എസ്റ്റിമേറ്റ് തുകയിലേക്കാൾ വളരെ കുറവിലും അതിൽ പറഞ്ഞ സമയത്തിലും ഫാസ്റ്റായിട്ടും അതിൽ പണി കഴിഞ്ഞ ഒരു പ്രൊജക്റ്റായിരുന്നു KSEBയുടെ അതുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ അകത്ത് ഒരു 7000 സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും GFRG പാനൽ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമുക്ക് വരുന്നത് KSEBയും ഹൗസിംഗ് ബോർഡ് അങ്ങനെയുള്ള ഗവൺമെൻറ് ഏജൻസീസ് എല്ലാം ഇപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒരുപാട് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മുഹമ്മയിലും ഹരിപ്പാടൊക്കെ നമ്മൾ പല പ്രൈവറ്റ് റെസിഡൻസസും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. എറണാകുളം പഴങ്ങനാടുള്ള ഈ വീട് 2.5 മാസം കൊണ്ടാണ് പണി തീർത്തത്. 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിൻ്റെ പുറം ഭിത്തി ഒഴികെ ബാക്കിയെല്ലാം ജിപ്സം പാനലുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ജിപ്സം പാനൽ എന്നൊരു മോഡേൺ കോൺസെപ്റ്റ് ആണെങ്കിലും ഇത് ട്രഡീഷണൽ ട്രഡീഷണൽ രീതി ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓടിൻ്റെ അല്ലെങ്കിൽ റൂഫിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ട്രസ് വർക്ക് ചെയ്തിട്ട് ഓട് മേഞ്ഞിരിക്കുകയാണ്. അത് കളർ ചെയ്ത ഓടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട് മോഡേൺ കോൺസെപ്റ്റും ട്രഡീഷണൽ ലുക്കും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ വരാന്ത നോക്കുകയാണെങ്കിൽ കുറച്ചധികം സ്പേസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ അല്ലെങ്കിൽ ഈവനിങ്സിൽ മുതിർന്നവർക്ക് ഒന്ന് ചുറ്റും ഇരുന്ന് വർത്താനം പറയാനുള്ള സ്പേസ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വരാന്തയെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്സും പണിതിരിക്കുന്നത്. ഈ വരാന്തയും ഈ കാർ പോർച്ചിൻ്റെ സ്പേസും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു 11 പില്ലേഴ്സിലാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഈ പില്ലേഴ്സ് വാർക്കയാണെന്നൊരു ഡൗട്ട് വരും. പക്ഷേ ആക്ച്വലി ഇതും ജിപ്സം പാനൽസ് തന്നെയാണ്. ജിപ്സം പാനൽസിൻ്റെ 2 പാനൽസ് യൂസ് ചെയ്തിട്ടാണ് ഒരു പില്ലർ പണിതിരിക്കുന്നത്. ഈ വീടിന് വൈറ്റ് പെയിൻറ്റ് വരുമ്പോൾ അതിനൊരു ലുക്കും കൂടുക. അപ്പോൾ ഒരു നല്ല രസമാണ് ഇതിന് പുറത്തുനിന്ന് കാണുന്ന വ്യൂ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലിവിങ് റൂമാണുള്ളത്. ആ ലിവിങ് റൂമിൽ നിന്ന് നടക്കുമ്പോഴത്തേക്കും അതിനോടനുബന്ധിച്ചൊരു ഹാളുണ്ട്. ആ ഹാളിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്രെയർ കോർണർ വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്ക വീട്ടിലും അങ്ങനെ കാണാറില്ല. പക്ഷേ പൂജാമുറി പോലെ തന്നെ ഒരു പ്രെയർ കോർണർ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൗകര്യങ്ങൾ 4 ബെഡ്റൂമും അതിനോട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്.
അപ്പോൾ ജിപ്സം പാനലുകൾ കൊണ്ട് ഇത് നിർമ്മിക്കുമ്പോൾ അത് വളരെ പെട്ടെന്നാണ് ഇത് നിർമ്മിക്കുന്നത്. 1.5 ദിവസം കൊണ്ടാണ് ഈ മുറിയൊക്കെ സെപ്പറേഷനും അതിൻ്റെ വാൾസൊക്കെ സെറ്റ് ചെയ്തത് ഇവർ. പിന്നീട് പറയുകയാണെങ്കിൽ കിച്ചണുണ്ട്, അതുപോലെ തന്നെ ഒരു വീട്ടിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഏതൊരു കാലാവസ്ഥയും, നമ്മുടെ കേരളത്തിലെ ഏതൊരു കാലാവസ്ഥയും പ്രതിരോധിക്കാനുള്ള ശക്തി ഈ ജിപ്സം വാൾസിനുണ്ട്. കൺസ്ട്രക്ട് ചെയ്ത വാളിൽ റീവർക്ക് സാധ്യമല്ല എന്നൊരു പോരായ്മ ജിപ്സം വാളിനുണ്ടെങ്കിലും നല്ല പ്ലാനിങ്ങും ഡിസൈനിങ്ങും ഉണ്ടെങ്കിൽ ഇക്കണോമിക്കലായി ഇത്തരത്തിലുള്ള വീടുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ജിപ്സം പാനലുകൾ കൊണ്ട് കൺസ്ട്രക്ഷൻ നടത്താവുന്നത്, വീടുകളുടെ കൺസ്ട്രക്ഷൻ നടത്താവുന്ന ഉള്ള സാധ്യതയെക്കുറിച്ച് എങ്ങനെയാണ് സാർ അറിഞ്ഞത്? ഈ ജിപ്സം പാനൽ ഉണ്ടാക്കുന്നത് ഫാക്ടറിയിലാണ്, ഞാൻ അവിടെയാണ് ജോലി ചെയ്യണം. അപ്പോൾ അറിയാൻ പറ്റി. എന്ത് കാര്യം ഒരു പുതുമ കാണുമ്പോൾ ഞാനത് താല്പര്യം എടുക്കാറുണ്ട്. വണ്ടി വാങ്ങണമെങ്കിലും എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ വീടിങ്ങനെ പണിയണമെന്ന് കമ്പനി തന്നെ പറഞ്ഞപ്പോൾ നല്ലതാണെന്ന് മനസ്സിലാക്കി. അത് സാധാരണ വീടിനേക്കാൾ ഉറപ്പുള്ളതാണ്, നല്ല ലൈറ്റ്, നല്ല തണുപ്പും എല്ലാം കൊണ്ടും സൗകര്യമുണ്ട്. ഇതിന് ചൂട് കുറവാണ്, പിന്നെ ഈ ചെതലെടുക്കുകയോ വിള്ളൽ പൊട്ടൽ അതൊന്നും വരില്ല. എന്തിനും പെർഫെക്റ്റാണത്, ഉറപ്പാണ് പ്രധാനം. ഒരു സാധാരണ എർക്കേക്ക് വന്നാൽ പോലും ഇതിനെ മറിച്ചിടാൻ കഴിയില്ല. അപ്പോൾ പുതിയ ഒരു കാര്യം വന്നപ്പോൾ വീട്ടിലുള്ളവരും നാട്ടുകാരും എല്ലാവരും എതിർപ്പായിരുന്നു. പക്ഷേ എനിക്കത് ഉറപ്പായിരുന്നു നല്ലതാണെന്ന്. പക്ഷേ പണി തുടങ്ങിയപ്പോഴാണ് ഇത്രയും ഉറപ്പാണെന്നുള്ളത് മനസ്സിലായതും ഞാനത് ചെയ്തപ്പോൾ ഭംഗിയായതും. സാറ് വീടിൻ്റെ പുറംഭിത്തി സാധാരണ നമ്മൾ പണിയുന്ന രീതിയിലാണ് പണിതെന്ന് പറഞ്ഞു, അതെന്തുകൊണ്ടാണ്? അത് ശരിക്കും എൻ്റെ അറിവോട് കൊണ്ടാണ്. ശരിക്കും ജിപ്സം പാനൽ വെച്ചാൽ ചെയ്യേണ്ടത്. പുറം ഭിത്തി വെച്ച് ചെയ്തതിൻ്റെ കാര്യം അത് കണ്ടോ, അത് ജനലുകളൊക്കെ കണ്ടില്ലേ, ഫ്രഞ്ച് വിൻഡോ, 4 പാളി ജനൽ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഭിത്തി മുഴുവനായിട്ട് വാങ്ങണം, അതിൻ്റെ വില മുഴുവൻ കൊടുക്കണം. ജനൽ കട്ട് ചെയ്ത് മാറ്റിയാലും അതിൻ്റെ വില കൊടുക്കണം. അപ്പോൾ അത് നഷ്ടമാകുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഒരിക്കലും നഷ്ടമല്ല. ആ പീസൊക്കെ സൺഷെയ്ഡും പാരപ്പറ്റും ഒക്കെ ഉപയോഗിക്കാമായിരുന്നു. ഇങ്ങനെ ചെയ്ത ഇരട്ടി പണിയാണ്. മറ്റതാണ് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാനും കോസ്റ്റ് കുറവും. അപ്പോൾ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഇത് നമുക്ക് ജിപ്സം പാനലുകൊണ്ട് തീർച്ചയായിട്ടും അതാണ് നല്ലത്. കാരണം മറ്റേതാകുമ്പോൾ രണ്ടാമത് തേക്കണം, പണിയണം, പിന്നെ നനയ്ക്കണം, അതൊക്കെ ഇരട്ടി പണിയും കുറേ ദിവസത്തെ പണികളാണ്. ഇത് ഈ വീടിൻ്റെ മൊത്തം റൂമിൻ്റെ പാനൽ വെച്ചത് 1.5 ദിവസം കൊണ്ടാണ്. 1.5 ദിവസം മതി. അത് പണിയെങ്കിൽ എത്രയോ 2 മാസമെങ്കിലും പിടിക്കും. റൂഫ് വെച്ചതും 2 ദിവസം എടുത്തു. അത് മാത്രമല്ല നമ്മളത് ദിവസം നനയ്ക്കണം. അതെ അത് വലിയ ഭാരം. ഇപ്പോഴത്തെ കാലത്ത് പണിതാലും തേക്കണമൊന്നും ഭംഗിയാവില്ല. ഇത് നല്ല ഫിനിഷിംഗ് അല്ലേ, നല്ല മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇത് കാലങ്ങളിൽ വൈറ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഇത് നനഞ്ഞാൽ പ്രശ്നമില്ല, വെയിലും ഉണ്ടാ പ്രശ്നമില്ല, ഒന്നും കുഴപ്പമില്ല. പുതിയൊരു ഇലക്ട്രിക്കൽ വർക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? അതല്ല, വീട് പണിയുമ്പോൾ തന്നെ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിരിക്കണം. അതായത് വീടിൻ്റെ ഭിത്തികളുടെ ഉള്ളിൽ കൂടെ, ക്യാവിറ്റികളിൽ കൂടെ ഈ പൈപ്പും അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്കൊക്കെ പോണത്. അതുപോലെ കബോർഡ് ഇപ്പോൾ ഇടയ്ക്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതിൻ്റെ പാനൽ കട്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ അകത്തൊക്കെ കോൺക്രീറ്റ് വർക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്താലേ പണി പൂർത്തിയാക്കാൻ എളുപ്പമുള്ളൂ. രണ്ടാമതൊരു കട്ടിങ്ങോ കാര്യങ്ങളോ ഇത് കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് എളുപ്പമല്ല. അല്ലാതെ ഈ റീവർക്ക് സൈഡിലേക്ക് കൂട്ടില്ല, മുകളിലേക്ക് പണിയുന്നതിനൊന്നും ഒരു തടസ്സമില്ല. എല്ലാം പ്ലാനിങ് ആയിരിക്കണം. ഇതിൻ്റെ മേളിൽ വേറൊരു നില പണിയുന്നതിനും ഒരു പ്രശ്നമില്ല. കാരണം അത്രയ്ക്ക് സ്ട്രെങ്തിൽ അത് തന്നെ. ഇത് എൻ്റെ വീട് ഏകദേശം ഒരു 10-80 പില്ലറിലാണ് നിൽക്കുന്നത്. ഈ ഭിത്തിയല്ല അതിൻ്റെ ഉറപ്പ്. ഭിത്തി കാണാനുള്ള ഭംഗിയും G4G, അതായത് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് ജിപ്സം എന്ന് പറഞ്ഞത് ഭയങ്കര നൂലുകളാണ് നിറച്ച്. പക്ഷേ അതോടൊപ്പം ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ പില്ലറുകൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഉറപ്പ് ഒരു സംശയം വേണ്ട, സാധാരണ വീടിനേക്കാൾ നല്ലതായിരിക്കും. ജിപ്സം പാനലുകളെ ഫീച്ചർ ചെയ്ത മെട്രിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. Send your feedbacks to matrixtvnew@gmail.com. It's me, Ann, signing off. Bye-bye.